ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഒരുപക്ഷെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള പ്രവേശത്തിന്റെ തുടക്കം. LDF-ലെ CPIM-ലെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവോടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ കണ്ണൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി ആകമായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകൾ, വാർത്തകൾ. ഒന്ന്, അപ്പുറത്തെല്ലാം സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആണ്. LDF-ന്റെ പട്ടിക തയ്യാർ, സ്ക്വാഡ് തയ്യാർ. അതിന്റെ അമരത്തുള്ള നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ആളുണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയൻ ഏറ്റവും വലിയ എതിരാളിയാണ് കെ സുധാകരൻ. പിണറായി വിജയനും തമ്മിലുള്ള വൈര്യം നമുക്കറിയാം. കെ സുധാകരനെ എപ്പോഴും അദ്ദേഹം പറഞ്ഞ പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നാണ്. പിണറായി വിജയൻ പത്രിക കൊടുക്കുന്നു. കെ സുധാകരന് പത്രിക കൊടുക്കാനോ കൊടുപ്പിക്കാനോ കഴിയാത്ത വിധം പാർട്ടി കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കാഴ്ച. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ ധർമ്മടത്ത് വീണ്ടും പത്രിക കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി LDF-നെ നയിക്കാൻ പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാവുക. പിണറായി 3.0 അതാണ് LDF-ന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം എന്നത് കാണുക.